ഇനി ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത വിധം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ചില പ്രശ്നങ്ങളെ എൻ്റെ കർത്താവ് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കും. തുടർമാനമായി ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിലെ ബന്ധങ്ങളുടെ ഇടയിൽ വിള്ളലുകൾ വീഴ്ത്തുന്ന അകാരണമായി ഉണ്ടാകുന്ന വഴക്കുകൾ, ഒന്ന് ശാന്തമാകുമ്പോഴേക്കും അടുത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് വരുന്ന രോഗങ്ങൾ, നിങ്ങൾ ഒഴിവാക്കിയാലും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വീണുപോകുന്ന ചില വല്ലാത്ത ദുഷ്ടശീലങ്ങൾ, എൻ്റെ ദൈവമേ ഇതെന്നാവൊന്ന് മാറുക. ഈ രീതിയിൽ വല്ലാതെ പിരിമുറുക്കത്തോടുകൂടെ ഒരു വിടുതലിന് വേണ്ടി നാളുകളായി കാംക്ഷിച്ചിരിക്കുന്നവരോടാണ് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിൻ്റെ ജീവിതത്തിൽ നീ പോലും അറിയാതെ വന്നു ഭവിക്കുന്ന ഒരു വലിയ പൽചക്രം കറങ്ങുന്നത് പോലെ കൃത്യമാം വിധം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വല്ലാത്ത പ്രതിസന്ധിയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒരു കൃത്യമായ ശാന്തി നിങ്ങൾക്ക് തരാൻ, ഒരു നിലനിൽക്കുന്ന സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അനുവദിക്കാൻ ദൈവത്തിന് ഹിതമായിരിക്കുന്നു. ഇന്നത്തെ ദൂത് നിങ്ങൾ കേട്ട് കഴിയുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ വിടുവിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കും. ദൈവമക്കളെ, വലിയ പ്രാധാന്യതയോടുകൂടെ ഇന്നത്തെ ശുശ്രൂഷ കേൾക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഇന്നത്തെ പ്രവചനദൂതിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വലിയവനായ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എല്ലാവർക്കും ഇന്നത്തെ പ്രവചനദൂതിലേക്ക് സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പെർമനൻ്റായിട്ടുള്ളൊരു സൊല്യൂഷനാണ് നമുക്ക് വേണ്ടത്. പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഒതുങ്ങി അത് കഴിയുമ്പോൾ പിന്നെയും അണപൊട്ടി വരുന്ന നിലയിലുള്ള ഈ ഒരു പ്രതിഭാസം വേണ്ട. മുറ്റത്തെ പുല്ല് പറിച്ചു മാറ്റുന്നത് പോലെ ഒന്ന് കാട് പറിച്ച് 2 ആഴ്ച കഴിയുമ്പോഴേക്കും അടുത്തത് കിളുക്കുമെന്ന് പറയുന്ന വിധത്തിലുള്ള ആ ഒരു സാഹചര്യം അവസാനിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വേരോടെ വിഷയങ്ങളെ പരിഹരിക്കാൻ സാധിക്കും. കർത്താവ് അതിന് നമ്മളെ കൃപ ചെയ്ത് അനുഗ്രഹിക്കാൻ പോകുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ദൈവവചനം നിങ്ങൾക്കൊരു സൂപ്പർ നാച്ചുറൽ ഡോറാണ് തുറക്കാൻ പോകുന്നത്. യേശു ശമരിയക്കാരി സ്ത്രീയോട് പറഞ്ഞൊരു വാക്കുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ യേശു അവിടെ ആ സ്ത്രീയോട് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു കുറച്ച് ലിക്വിഡ് ഫോമിൽ എന്തോ ഒരു ഡ്രിങ്ക് നമുക്ക് കുടിക്കാൻ തരുന്നു എന്നുള്ള അർത്ഥമല്ല. നമ്മുടെ ജീവിതത്തിലെ ചില വിഷയങ്ങളെ കർത്താവ് ഹാൻഡിൽ ചെയ്താൽ പിന്നൊരിക്കലും അത് നമ്മുടെ ലൈഫിൽ മരിക്കുന്ന കാലം വരെയും കടന്നു വരില്ല. ഇതാണ് ഈ ദൈവവചനത്തിൻ്റെ അന്തസത്ത. ഇന്ന് രാവിലെ കർത്താവ് നമുക്ക് നൽകുന്ന ഈ ഒരു ഉറപ്പിൽ മുറുകെ പിടിച്ച് നമുക്കിന്ന് രാവിലെ പ്രാർത്ഥിക്കാം. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ കയറ്റുന്ന യേശു, സങ്കീർത്തനം 40 നമ്മൾ വായിക്കുന്നു, അവൻ നമ്മളെ നിർത്തുന്നത് ഉറപ്പുള്ളൊരു പാറമേലാണ്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നയിക്കുന്നവനും ഉറപ്പുള്ള പാറയിൽ നിർത്തുന്നവനുമാണ്. കാലുകൾ ഇനി കുഴഞ്ഞു പോകാത്ത വിധം നമുക്കൊരു പെർമനൻ്റായിട്ടുള്ള ഒരു ഇടത്ത് നമ്മളെ ഉറപ്പിക്കുന്ന ഒരു പദ്ധതി യേശുവിൻ്റെ കൈകളിലുണ്ട്. അതുകൊണ്ട് ഇനിയും കൂടെ ഞാൻ വീഴുമോ, ഇനിയും അത് ആവർത്തിക്കുമോ, ഇനിയും അവർ വരുമോ, ഇങ്ങനെയുള്ള ഒരുവിധ സംശയങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ട. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് പുറകിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിങ്ങളോട് വല്ലാതെ പോരാടി നിങ്ങളെ എതിർത്തിട്ട് പോയ ചില മനുഷ്യരുടെ ഞങ്ങൾ ഇനിയും വരുമെന്നുള്ളതായ ആക്രോശം നിറഞ്ഞ ഭീഷണിയെ ഓർത്ത് മനസ്സിൽ വല്ലാതെ വേദനിച്ചിരിക്കുന്നവരോട് ഇന്ന് രാവിലെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പറയുന്നു, ഇനി അവർ നിൻ്റെ പടിവാതിലിൽ വരില്ല. നിൻ്റെ ജീവിതത്തോട് ഇനി സംസാരിക്കാൻ അങ്ങനെയുള്ളവരെത്താൻ കർത്താവ് അനുവദിക്കില്ല. ചിലതിന് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു എന്ന് മാത്രമല്ല, ചിലതൊക്കെ കയറി വരുന്ന വാതിലിനെ എന്നേക്കുമായി ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം എന്നിൽ പകർന്ന അഭിഷേകത്താൽ ഞാനതിനെ ബന്ധിക്കുകയാണ്. നിങ്ങൾ കടയ്ക്കാൻ കഴിയാത്ത ചിലതിനെ നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പൂട്ടിക്കളയുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്താൽ ഒരു പുതിയ സ്വസ്ഥതയുടെ അന്തരീക്ഷത്തിൻ്റെ വൃത്തത്തിനകത്ത് ഇന്നു മുതൽ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകട്ടെ. കൂടെ കയറി വരുന്ന ഭയങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ അലട്ടിയ ചില വിഷയങ്ങൾ പിന്നെയും വരുമോ എന്നുള്ള നിലയിലുള്ളതായ പേടികളും മറക്കാൻ
ഏറെ ശ്രമിക്കുമ്പോഴും ഓർമ്മയിലേക്ക് പിന്നെയും തികട്ടിക്കേറി വന്ന് നിന്നെ അലമുറയിട്ട് കരയിപ്പിക്കുകയും നിൽക്കുന്ന നിപ്പിൽ നിങ്ങളുടെ ബലം ചോർത്തിക്കളയുകയും ചെയ്യുന്ന വിധത്തിലുള്ള ചില ദുഷിച്ച ഓർമ്മകളും ചിലരുടെ വല്ലാത്ത പ്രതികരണങ്ങളാൽ നിങ്ങൾക്ക് വന്നുപോയ ചില വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളെ വിട്ടത് മാറിപ്പോവുകയാണ്. ദൈവപൈതലേ, ഇന്ന് രാവിലെ നീ 3 കാര്യങ്ങൾ ചെയ്യണമെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. ആ 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, നിൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഇന്ന് നീ ഒരു പേരിടേണ്ടതായിട്ടുണ്ട്. ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, പലർക്കും അവരുടെ പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യാൻ അറിയില്ല. എന്താണ് നിങ്ങളുടെ വിഷയം എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രശ്നമാണ് പാസ്റ്ററെ, ഒരുപാട് വിഷയങ്ങളാണ്. എവിടെ തുടങ്ങണമെന്നറിയില്ല, എവിടെ പറഞ്ഞ് തീർക്കണമെന്നറിയില്ല. ആ വിധത്തിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന വിഷയങ്ങൾക്കിടയിൽ നീ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഥമമായ പ്രശ്നത്തെ നീ ഒരു പേരിടേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം സാമ്പത്തിക വിഷയമാണെങ്കിൽ നിങ്ങളതിനെ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് തന്നെ പേരിട്ടുള്ളൂ. നിങ്ങൾ എഴുതിയിട്ട് ജയിക്കാത്ത ഒരു വലിയ പരീക്ഷയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷ എന്ന് തന്നെ നിങ്ങളതിന് പേരിട്ടുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോബ്ലവുമായി ചേർന്ന് നിൽക്കുന്നൊരു പേര് നിങ്ങളുടെ വിഷയത്തിന് ഇന്ന് രാവിലെ ഒന്നാമതായിട്ട് ഇടേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ആ പ്രശ്നം പരിഹരിക്കുവാൻ എനിക്ക് ശക്തി പോരാ, യേശു നൽകുന്ന ദാനത്താൽ അത് അവസാനിക്കുമെന്ന് ശമരിയക്കാരി സ്ത്രീയെ പോലെ നിങ്ങളും വിശ്വസിക്കുക. യേശു ആ സ്ത്രീയോട് പറഞ്ഞില്ലേ, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കില്ലെന്ന്. നമ്മുടെ കർത്താവ് തുറന്നാൽ ആരും അത് അടയ്ക്കത്തില്ലെന്ന് വിശുദ്ധ യോഹന്നാനിലൂടെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ? യേശു തുറന്നാൽ ആരും അടയ്ക്കത്തില്ല എന്നും യേശു അടച്ചാലോ ആരും അത് തുറക്കത്തില്ല എന്നും നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആയതുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ യേശു പരിഹരിക്കുവാൻ മതിയായവനാണെന്നുള്ള നിലയിൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പവർഫുള്ളായിട്ട് ഡിക്ലെയർ ചെയ്യാം. കർത്താവായ യേശുവേ, എൻ്റെ ജീവിതത്തിലെ ഈ പ്രശ്നം, നിങ്ങളുടെ പ്രശ്നം ഇപ്പോൾ പറയുക, എൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി സോൾവ് ചെയ്യാൻ അങ്ങ് മതിയായവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളുടെ വായിൽ നിന്ന് ഇപ്പോൾ വരേണ്ടത്. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ആ വിഷയത്തിന് പേരിടാൻ പറയുന്നു. 2, കർത്താവ് ഇത് പരിഹരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക, അത് പ്രാർത്ഥിച്ചു പറയുക. മൂന്നാമത്തെ കാര്യം, എൻ്റെ ജീവിതത്തിൽ ഇനി ഇതിലൊരു ആവർത്തനം ഉണ്ടാകില്ല. ആ പ്രശ്നത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ 3-ാം വാക്ക് നിങ്ങൾ പറയണം. ഇനി ഇതിൻ്റെ ആവർത്തനം ഉണ്ടാകില്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ നാക്കുകൊണ്ട് ഇത് പിന്നെയും പറയിപ്പിക്കാൻ ശത്രു ഇന്ന് പല അടവുകൾ പയറ്റും. ഒരു കാരണവശാലും നിങ്ങളുടെ വായിൽ നിന്ന് അങ്ങനൊരു വാക്ക് അവൻ അനുകൂലമായി നിങ്ങൾ ഇട്ടുകൊടുക്കരുത്. ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഇനി ഇങ്ങനൊന്നും ആവർത്തിക്കില്ല. നിങ്ങളത് നിങ്ങളുടെ ശരീരത്തെ നോക്കി പറയണം. നിങ്ങളെ അതിലേക്ക് കൊണ്ടുപോയി അകപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ നോക്കി പറയണം. നിങ്ങൾക്ക് പ്രതിബന്ധമായി നിൽക്കുന്ന വ്യക്തികളെ നോക്കി നിങ്ങൾ ആത്മാവിൽ ഇപ്പോൾ ഡിക്ലെയർ ചെയ്യണം, ഇല്ല, ഇനി അത് ഒരിക്കലും എൻ്റെ ലൈഫിൽ ആവർത്തിക്കപ്പെടുകയില്ല. എൻ്റെ തലയ്ക്ക് മീതെ ഒരു പ്രശ്നം എഴുതി വെച്ചിട്ട് എൻ്റെ ഓരോ ദിവസവും അല്ലെങ്കിൽ എൻ്റെ ഇന്ന മാസങ്ങൾ കൂടുമ്പോൾ, ഇത്ര ആഴ്ചകൾ കൂടുമ്പോൾ, എല്ലാ മാസത്തിൻ്റെയും 5-ാം തീയതി എത്തുമ്പോൾ, 10-ാം തീയതി എത്തുമ്പോൾ, 15-ാം തീയതി എത്തുമ്പോൾ പിശാച് അതിൻ്റെ താഴെ കൊണ്ടുവന്നിടുന്ന ആ ഡിറ്റോ ഇനി ഉണ്ടാകില്ല. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ ഇന്ന് ആ വിഷയത്തെ ജയിച്ചിരിക്കുന്നു. ഇനി ഇതിനൊരു ആവർത്തനം ഉണ്ടാകില്ല. നിങ്ങൾ ധൈര്യമായി ഇതിനെ ഏറ്റെടുത്ത് പറയുക. തീർന്നില്ല, ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഏറ്റവും മർമ്മപ്രധാനമായി പറയേണ്ട പുതിയൊരു കാര്യം കൂടെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ ഇന്ന് വരെ അനുഭവിച്ചതിന് നേർ വിപരീതമായ അനുഗ്രഹത്തിൻ്റെ പുതിയൊരു സാഹചര്യം ഇന്നു മുതൽ ആവർത്തിക്കപ്പെടുമെന്നും നിങ്ങൾ ചേർത്ത് പറയണം. നിലവിലുള്ള ദുരിതം അവസാനിക്കുന്നു എന്ന് മാത്രമല്ല, അനുഗ്രഹം തുടങ്ങുന്നു എന്നും കൂടെ നിങ്ങൾ പറയണം. യേശു ജീവജലം കൊടുക്കാമെന്ന് മാത്രമല്ല, ആ സ്ത്രീ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കത് വേണമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദാഹിക്കാത്ത ഉറവയിൽ നിന്ന് അവൾ കുടിച്ചതുപോലെ ഇന്ന് രാവിലെ ഈ ദൈവാലോചന കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ മുൻപേ പേരിട്ട പ്രശ്നമില്ലേ, ആ പ്രശ്നത്തിന് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന സാഹചര്യം എന്താണോ ആ സാഹചര്യമാണ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണെങ്കിൽ ഇന്നു മുതൽ എനിക്ക് സാമ്പത്തിക അഭിവൃദ്ധിയാണ് ഇനിമേൽ എൻ്റെ മേൽ ആവർത്തിക്കാൻ പോകുന്നത്. ഇത് പറയുക.
ശരീരത്തിന്മേൽ രോഗാവസ്ഥയാണെങ്കിൽ ഇനി ഈ ശരീരത്തിൻ്റെ ഈ അവയവത്തിൽ ആരോഗ്യമാണ് ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. എൻ്റെ വീട്ടിൽ ഇനി കലഹമല്ല, സമാധാനവും സന്തോഷവുമാണ് ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് എന്നോട് ഭയങ്കരമായ വിശ്വാസമാണ് ഇനി ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. വലിയ പ്രണയവും സ്നേഹവുമാണ് എൻ്റെ വീട്ടിൽ ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. വിജയങ്ങളാണ് ഇനി ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. വലിയ ദൈവിക അഭിഷേകത്തിൻ്റെ പുതിയ കാഴ്ചകളാണ്, അനുഭവങ്ങളാണ് ഇനി ആവർത്തിക്കപ്പെടാൻ പോകുന്നത്. കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിലവിൽ ആവർത്തിക്കപ്പെടുന്നത് ഇനി അങ്ങനെ സംഭവിക്കില്ല എന്ന് ഡിക്ലെയർ ചെയ്യുക. ഒപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആവർത്തിക്കുമെന്നും ഈ യേശുവിൻ നാമത്തിൽ പറയുക. കർത്താവ് പറയുന്നു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. യേശു ഒരു പ്രശ്നം പരിഹരിച്ചാൽ പിന്നീട് ഒരിക്കലും അത് വരികയില്ല. കർത്താവ് ഒരു അനുഗ്രഹം തുറന്നാൽ ആ അനുഗ്രഹത്തെ ബന്ധിക്കാനുള്ള അടവുമായിട്ട് ശത്രു എത്ര പരിശ്രമിച്ചാലും അവന് കയറി വരാൻ കഴിയത്തുമില്ല. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളുടെ പുതിയ സന്തോഷം ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഇത്രയും കാലമുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ നരകയാതന അനുഭവിച്ച വിഷയങ്ങൾ, നിങ്ങൾ നിൽക്കുന്ന നിപ്പിൽ ഉരുകിപ്പോയ ചില വിഷയങ്ങൾ, അതിനൊക്കെയും ഇപ്പോൾ ഈ ശുശ്രൂഷയുടെ നടുവിൽ ഓൾറെഡി കർത്താവിൻ്റെ അഭിഷേകത്താൽ പരിഹാരം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വ്യത്യസ്തമായതൊന്ന് സംഭവിക്കുന്നതിൻ്റെ ഒരു അനുഭവം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു മാറ്റത്തിൻ്റെ ഒരു പുതിയ പ്രതിച്ഛായ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി നൽകിയത് നിങ്ങൾക്കിപ്പോൾ തന്നെ ഏകദേശം ഒന്ന് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതൊരു ശുഭലക്ഷണമാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ ഇന്ന് പകൽ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്നത്തെ ഈ ദൈവിക ദൂത് ഞങ്ങളുടെ ജീവിതത്തിൽ ചിലതിനെ കർത്താവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നതിൻ്റെ തെളിവാണ്. ഒപ്പം ഞങ്ങൾ ഇതുവരെ കാത്തിരുന്ന ചിലത് ദൈവം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ ആരംഭ അടയാളവും കൂടിയാണ്. ഇന്നത്തെ പ്രവചന ദൂത് ചിലർക്ക് ഒരു വഴിത്തിരിവ് മാത്രമല്ല, ഇത്രയും കാലം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു തലത്തിലേക്കുള്ളതായി ചൂടുവെപ്പ് കൂടിയായി കർത്താവ് അതിനെ ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. സ്തോത്രം. ലോകമെമ്പാടും ഇന്നത്തെ ദൂത് കേട്ട് പ്രാർത്ഥിക്കുന്നവർ ഏത് പ്രശ്നത്തിൽ, ഏത് സാഹചര്യത്തിൽ വലയുന്നു, ആ പ്രശ്നത്തിന്, ആ സാഹചര്യത്തിന് നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സമാധാനവും വിടുതലും ആശ്വാസവും പുരോഗതിയും ഞാൻ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്താൽ മതിലുകൾ ഇന്ന് ഇവർ ചാടിക്കടക്കും. എൻ്റെ കർത്താവിനാലുള്ള പുതിയ സന്തോഷങ്ങൾ അങ്ങയുടെ മക്കൾ പ്രാപിക്കും. എൻ്റെ ദൈവം പ്രാർത്ഥന കേട്ട് എൻ്റെ യേശു അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദേ, കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഈ ദിവസത്തെ ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി ദൈവം എത്ര ബെസ്റ്റായിട്ടുള്ള കാര്യമാണ് ചെയ്തതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കിക്കേ. നമുക്ക് ഈ ശുശ്രൂഷ നേരിട്ട് അനുഭവിക്കുവാൻ നിരവധി അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ച് നാളുകളായിട്ട് കലങ്ങുന്ന കുറേയധികം പ്രശ്നങ്ങളിൽ കിടന്ന് വലയുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക വിടുതൽ സെഗ്മെൻറ്റ് ഞങ്ങൾ ഈ വരും ദിവസങ്ങളിൽ ക്രമീകരിക്കുന്നുണ്ട്. ആ പ്രയർ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. കാരണം എല്ലാവരെയും ഉൾപ്പെടുത്തി നടത്താൻ പറ്റുന്ന കാര്യമല്ല. കുറച്ച് പേരെ മാത്രമായിട്ട് സെലക്ട് ചെയ്ത് ഒരു പ്രയർ പ്രോഗ്രാമായിട്ട് ഞങ്ങൾ ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളൊരു പ്രത്യേക വിഷയത്തിനകത്തുനിന്ന് പുറത്തു വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പുതിയ മാറ്റവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ വലിയ പ്രാർത്ഥനയിൽ ഇതിനുകളിൽ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ആ പ്രയറിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നേരിട്ട് ചർച്ചിൽ വരേണ്ടതായിട്ടുണ്ട്. സോ അതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം. രണ്ടാമത്തെ കാര്യം, ഞായറാഴ്ച, വെള്ളിയാഴ്ച കോട്ടയത്ത്, എറണാകുളത്ത്, കൂത്താട്ടുകുളത്ത് 3 നമ്മുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങുകളുണ്ട്. അതിൽ കോട്ടയത്തും എറണാകുളത്തും ഞാൻ നേരിട്ടെത്തുന്നുണ്ട്. കോട്ടയത്ത് ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയുള്ള ശുശ്രൂഷാ സമയത്തും, എറണാകുളത്ത് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്ക് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിലും നമ്മുടെ സഭയുടെ കൂട്ടായ്മ നടക്കുന്നു. കോട്ടയത്തെ ആരാധന നടക്കുന്നത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവർ, പ്രധാനമന്ത്രി ജൻ ഔഷധിയുടെ മുകളിലുള്ള ബിൽഡിങ്ങിലാണ് നമ്മുടെ ആരാധന നടക്കുന്നത്. നിങ്ങൾ വരിക. കർത്താവ് നിങ്ങളെ വ്യക്തമായി തൊട്ടുപിടിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ, അനുഭവിക്കാൻ പറ്റും. ഇനിയും ഈ ഭാരങ്ങളും വഹിച്ചുകൊണ്ട് നിങ്ങൾ ഓടണ്ട. നിങ്ങൾ വരണം. കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കും. യേശുവിൻ്റെ വലിയ കൃപ നിങ്ങളുടെ കൂടെ ഇന്ന് പകൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.